വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 9ാമത്തെ ചാപ്റ്റർ ആവും നിങ്ങളെ സംഖ്യാബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്പർ റിലേഷൻസ്. എൻ്റെ സൗണ്ടിനൊരു ഇച്ചിരി പ്രശ്നമുണ്ട്, തൊണ്ടയ്ക്ക് ഒരു ഇച്ചിരി പ്രശ്നമുണ്ടോ നിങ്ങളെ, എന്നാലും ഞാൻ എന്നെ കൊണ്ട് ഒക്കാവുന്ന രീതിയിൽ നല്ല ഇതായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അഥവാ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോ, ഞാനിത് ഒന്നും കൂടി ഇടാം. എന്നാലും എന്നെ കൊണ്ട് ഒക്കാവുന്നതിൻ്റെ മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇതുവരെയുള്ള ചാപ്റ്ററിലേക്കും നല്ല ഒരു ചാപ്റ്ററായിട്ടോ, പഠിക്കാൻ പറ്റുന്ന നല്ല ഒരു ചാപ്റ്ററാണ് ഈ സംഖ്യാബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്പർ റിലേഷൻസ് എന്ന് വെച്ചാൽ കേട്ടോ. അത് നോക്കൂ നിങ്ങളെ, ഈ ഇംഗ്ലീഷ് മീഡിയക്കാരുടെയും ഇംഗ്ലീഷ് പറയുന്ന ഇപ്പോൾ ഏതോ എനിക്ക് തോന്നുന്നു മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുമെന്ന്. നോക്കണേ നിങ്ങളെ, ഒരു ചെറിയ കണക്ക് അല്ലേ, എ സിമ്പിൾ പ്രോബ്ലം ഇംഗ്ലീഷ് വേണമെങ്കിൽ പറയാം. 8 രൂപ വീതം വിലയുള്ള 12 പേന വാങ്ങാൻ എത്ര രൂപ വേണം? ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ 12 പെൻസ് അല്ലേ, 12 പെൻസ് അറ്റ് 8 rupees ഇൻ ഈച്ച്. ചോദ്യം മനസ്സിലായോ? 8 രൂപ വീതം. ഇപ്പം 8 രൂപയുടെ പേനയൊക്കെ ഉണ്ടോ നിങ്ങളെ? ഉണ്ടല്ലേ, എത്ര രൂപയുടെ വേണമെങ്കിലും ഉണ്ടല്ലേ. 8 രൂപ വീതം വിലയുള്ള 12 പേന, എണ്ണം കറക്റ്റായിട്ട് അറിയണേ. 8 രൂപ വീതം വിലയുള്ള 12 പേന വാങ്ങാൻ എത്ര രൂപ വേണം? അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 8ൻ്റെ ടേബിൾ അറിയണം. ഇതാണോ എളുപ്പമാണെന്ന് പറഞ്ഞില്ലേ? എന്തായാലും ടേബിൾ പഠിച്ചേ ഒക്കത്തുള്ളൂ കേട്ടോ. നോക്കൂ നിങ്ങളെ, 8 രൂപ വീതം വിലയുള്ള 12 പേന വാങ്ങാൻ നിങ്ങൾക്ക് ടേബിൾ അഥവാ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കല്ലേ നിങ്ങളെ. ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിലും അത് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് ടേബിൾ അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് കണക്കേ അറിയത്തില്ലെന്നല്ല. നിങ്ങൾക്ക് വിരളയിൽ എണ്ണാൻ അറിയാമെങ്കിൽ മിക്ക കുട്ടികളെ എടുത്ത് ടേബിൾ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, കൈ പുറകോട്ട് പിടിച്ചിരുന്ന് ടേബിൾ ഇരുന്ന് എണ്ണിയൊക്കെ എന്നാലും വേണ്ടിയില്ല. പക്ഷേ ടേബിൾ പഠിക്കണം, അത് അത്ര നല്ല രീതിയല്ല. ടേബിൾ പഠിക്കണം. ഇനി പരീക്ഷാകാലം ചെന്നിരിക്കുമ്പോൾ അഥവാ 8ൻ്റെ അറിയത്തില്ലെങ്കിൽ വിരളെ കൂട്ടിയാണേലും വേണ്ടിയില്ല എൻ്റെ കുഞ്ഞുങ്ങളെ, അത് എഴുതി ഒട്ടുക്കത്തുള്ളൂ. നോക്കിക്കേ, ഒരു പേനയ്ക്ക് 8 രൂപയാണെങ്കിൽ 2 പേനയ്ക്ക് 16 രൂപ അല്ലേ, 8 വിട്ടും 16, 3 പേനയ്ക്ക് 24, 4 പേനയ്ക്ക് 32, 5 പേനയ്ക്ക് 40, അങ്ങനെ നമ്മൾ 12 പേന വരെ എഴുതിയിട്ടുണ്ട്. പക്ഷേ പരീക്ഷാകാലം ചെന്നിരുന്ന ഒരു 90ൻ്റെയോ 100ൻ്റെയോ അല്ലയോ 90 പേനയുടെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഒരൊറ്റ ആൻസർ എഴുതിക്കൊണ്ട് 2 മണിക്കൂർ നമ്മളങ്ങ് ഇരിക്കില്ല. അപ്പോൾ അതൊരു എളുപ്പവഴിയാണോ? ഇങ്ങനെ എഴുതുന്ന ഒരു എളുപ്പവഴിയാണോ നിങ്ങളെ? ഒരു പേനയ്ക്ക് 8 രൂപ, അങ്ങനെയാണെങ്കിൽ 2 പേനയ്ക്ക് നമ്മൾ വീണ്ടും 8, 9, 10 എന്ന് പറഞ്ഞ് എണ്ണുമോ? ഇല്ലേ. നമ്മൾ എന്തോ ചെയ്യുന്നറിയാം, അതിന് എളുപ്പവഴി, അതായത് നമ്മൾ എന്തോ ചെയ്യുമെന്നറിയോ, 10 പേനയ്ക്ക് 12 പേനയുടെ വിലയാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ. അപ്പം നമ്മൾ ഒരു പേനയ്ക്ക് 8 രൂപയാണെങ്കിൽ 10 പേനയ്ക്ക് 10 × 8 അല്ലെങ്കിൽ 10 8 80 ഇല്ലയോ. ഒരു പേനയ്ക്ക് 7 രൂപയാണെങ്കിൽ 10 പേനയ്ക്ക് 70 രൂപയാണ്. അത് നമുക്കറിയാം. ഒരു പേനയ്ക്ക് 5 രൂപയാണെങ്കിൽ 10 പേനയ്ക്ക് 50 രൂപ അല്ലേ. ഒരു പേനയ്ക്ക് 4 രൂപയാണെങ്കിൽ 10 പേനയ്ക്ക് 40 രൂപ. ഇപ്പോൾ കുറേയൊക്കെ പിടികിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താ നിങ്ങളെ? 12 പേനയുടെ വിലയാണ്. എന്താണ്? 12 പേനയുടെ വിലയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 10 പേനയ്ക്ക് 80 രൂപയാണ് ആണല്ലോ. പിന്നെ നമുക്ക് 2 പേനയുടെയും കൂടെ ചെയ്താൽ പോരായോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമ്മളോട് ചോദിച്ചത് 12 പേനയുടെ വിലയാണ്. അപ്പം നമുക്കറിയാം, ഒരു പേനയ്ക്ക് 8 രൂപയാണെങ്കിൽ 10 പേനയ്ക്ക് 80 രൂപയാണ്. പിന്നെ 2 പേനയുടെയും കൂടെ അറിഞ്ഞാൽ പോരായോ? 2 പേനയ്ക്ക് 16 രൂപ, 8 വെട്ടും 16 രൂപ, അപ്പം 96 രൂപ. ഇതൊക്കെ ഒരു ഇച്ചിരി റിസ്ക് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഇതെന്തൊക്കെയായി പറയുന്നത്? ഇനി അതിലും ഒരു എളുപ്പ വഴിയാണ് നമ്മൾ ഇനിയും പഠിക്കുന്നത്, കാൽക്കുലേഷൻ ഇൻ മാത്ത്, ക്രിയൽ കണക്ക് ഭാഷയിൽ കേട്ടോ. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലാവാത്തവർക്ക് എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാം കുഞ്ഞുങ്ങളെ. പക്ഷെ നമുക്ക് പുതിയ രീതിയാണ്, നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും പുതിയ രീതികളാണ് അല്ലേ. നോക്കണേ, നമ്മളോട് ചോദിച്ചത് എന്താ? ഒരു പേനയ്ക്ക് 8 രൂപയാണെങ്കിൽ 12 പേനയ്ക്ക് എന്താ? 12 × 8 ആണ്. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഒരു പേനയ്ക്ക് 8 രൂപയാണെങ്കിൽ 12 പേനയ്ക്ക് എത്രയാണെന്നറിയാം? എന്താ നിങ്ങളെ? 12 × 8 ആണ്. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഇനി 8 പേനയ്ക്കാണെങ്കിലോ 8 × 8, 4 പേനയ്ക്കാണെങ്കിലോ 4 × 8. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നോക്കൂ നിങ്ങളെ, ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ്. നോക്കണേ, 12 പേനയ്ക്ക് 8 രൂപ ഇല്ല, 12 പേനയുടെ വിലയാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാമോ? ഈ 12നെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം.
ഒന്നാമത് തരുന്ന ഏതായിരുന്നു? എത്രയാണോ അത് മൂന്നാലെണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 12നെ നമ്മളങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം, എന്ന് വെച്ചാൽ 2 ആക്കണം. എന്താണെന്നറിയോ? 12 എന്ന് പറയുന്നത് 10 അധികം, നിങ്ങൾ ഇതുവരെ ഉള്ളതെല്ലാം അങ്ങ് മറന്നുതരും. ഞാൻ പറഞ്ഞ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ വിട്ടുതരാം. ഞാൻ ഇനിയുള്ള കാര്യം നോക്കിക്കേ. ഒരു പേനയ്ക്ക് 8 രൂപയാണെങ്കിൽ 12 പേനയ്ക്ക് എത്ര രൂപയാണ്? അപ്പോൾ 12 × 8 നമുക്കറിയാം. അറിയണേ കേട്ടോ. അപ്പോൾ എന്താണ്? ഈ 12 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 10 അധികം 2 ആക്കണം. അങ്ങനെയാണെങ്കിൽ 15 എന്നാണെങ്കിൽ 10 അധികം 5 ആക്കണം. 13 ആണെങ്കിൽ 10 അധികം 3 ആക്കണം. ഇപ്പോൾ പിടികിട്ടിയോ? ഇവിടെ 12 ആയതുകൊണ്ട് എന്താ നിങ്ങളെ 12 അല്ലെ 12 ആയതുകൊണ്ട് 10 + 2. ഈ 10 + 2 വന്നതിന് സംശയമുണ്ടോ ആർക്കെങ്കിലും? 10 + 2 എന്ന് വന്നാൽ എന്താ? 12 ആയതുകൊണ്ട്. ഇപ്പോൾ 13 ആയിരുന്നെങ്കിൽ 10 + 3. ഇനി എത്രയാണ്? × 8. അതിനെ ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചേരെ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബ്രാക്കറ്റിൽ ഇടുക. ഇനി ഇത് മനസ്സിലാക്കി ചെയ്യണേ. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തതാണ്, എന്നാലും വേണ്ടിയില്ല. നോക്കൂ കുഞ്ഞുങ്ങളെ, 10 അധികം 2 × 8. ഇനി എന്താണെന്നറിയോ? ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന 2 പേരും പോയി ഈ വെളിയിൽ കിടക്കുന്ന 8നെ പോയി കാണണം. മനസ്സിലായോ? ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന 2 പേരും പോയി ബ്രാക്കറ്റിൽ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഈ 12 ആണല്ലേ. 12 എന്ന് പറയുന്നതാണ്. എൻ്റെ തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ട് ഈ സൗണ്ട് എനിക്ക് തന്നെ എന്തോ ഒരു അരോചകം പോലെ. നോക്കൂ നിങ്ങളെ, 10 അധികം 2 ആണ് 12. അപ്പോൾ ഈ 10 അധികം 2 പോയി ആരെ കാണണം? ഈ വെളിയിൽ കിടക്കുന്ന ആളിനെ. അപ്പോൾ 10 പോയി ആദ്യം ആരെ കാണാം? 8നെ കണ്ടു. ഈ ഇൻറ്റു ആണ്, ഇൻറ്റു എന്ന് വെച്ചാൽ ഈ ഇൻറ്റു ആണ് ഇവിടെ വരുന്നത്. ഇൻറ്റു 10 പോയി ആരെ കണ്ടു? നിങ്ങളെ 8നെ കണ്ടു. അപ്പം അത് കണ്ടല്ലോ. ഇനി ആര് പോകണം? 2 പോയിട്ട് ആരെ കാണണം? 8നെ കാണണം. ഇനി നമുക്ക് ഇവിടെ തന്ന സൈൻ, ഈ സൈൻ തിരിഞ്ഞു പോകല്ലേ. ചിലർ ഇവിടെ പ്ലസ് ഇട്ടിട്ട് ഇവിടെ ഇൻറ്റു ഇടും. തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ. ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ വെളിയിലാണ് പോകുന്നത്. 10 പോയി ബ്രാക്കറ്റിൻ്റെ വെളിയിലുള്ള ആളിനെ കണ്ടല്ലോ. 10 × 8. പിന്നെ 2 പോയിട്ട് ആരെ കണ്ടു? 8നെ കണ്ടു. ഈ നടുക്കാണ് പ്ലസ് വരുന്നത്. അതായത് ബ്രാക്കറ്റിനകത്ത് ഇൻറ്റുവും ബ്രാക്കറ്റിൻ്റെ വെളിയിൽ പ്ലസ്. ഇത് തിരിഞ്ഞു പോകാതിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. ഇനി നോക്കിയേ, 10 × 8, 10 8 80. അത് നമുക്കറിയാം. ഏതൊരു സംഖ്യയെ 10 കൊണ്ട് ചെയ്യണമെങ്കിലും ആ സംഖ്യയുടെ വലത്തുവശത്തൊരു 0 ഇട്ടാൽ മതി. ഇനി തന്നെ അറിയത്തില്ലെങ്കിൽ 10 × 7, 7ൻ്റെ ഇപ്പുറത്തൊരു 0, 70. 10 × 6, 6ൻ്റെ ഇപ്പുറത്തൊരു 0 അല്ലേ. ഏതൊരു സംഖ്യയെ 10 കൊണ്ട് നമുക്ക് ഗുണിക്കണം അല്ലെ മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ. എന്തോ ചെയ്താൽ മതി നിങ്ങളെ? ഏതിനെയാണോ ചെയ്യേണ്ടത് അതിൻ്റെ ഇപ്പുറത്തൊരു 0 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നോക്കിയേ, 10 × 8 80 അതറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കി, 2 × 8. ഇനി 8 അറിയത്തില്ലെങ്കിൽ 8 × 2 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എത്ര? 16. ഡൗട്ടില്ലല്ലോ. അപ്പോൾ 8 അധികം 16 96 വരുമെന്ന്. ഇത് നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ടാണ് ഇതെന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ഒന്നും പേടിക്കേണ്ട. 3 ആളെണ്ണം ചെയ്യുമ്പോൾ എളുപ്പം മനസ്സിലായോ? ഇനി നമുക്കിതിനെ ഈ 12 × 8നെ നമുക്കിനി വേറെ ഏത് രീതി ചെയ്യും? എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്നത്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങളെ. 12 × 8നെ മറ്റു രീതിയിലും ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു 10 അധികം 2 മാത്രം പറ്റത്തുള്ളൂ. അല്ല, എന്താ? 5 അധികം 7 പറ്റും അല്ലെ. 7 അധികം 5 ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലൊന്നും പഠിക്കുക, ഏത് വേണമെങ്കിലും എടുക്കാം. ആ എടുക്കുന്നതിനെ നമ്മൾ ഒരു ബ്രാക്കറ്റിൽ ഇടുക. ഏതാണോ കൂട്ടുവാണ് 5 അധികം 7, ഏതിനെയാണോ എടുക്കുന്നത് അത് ബ്രാക്കറ്റിൽ. 12 എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെയാണോ സ്പ്ലിറ്റ് ചെയ്യുന്നത് അത് ബ്രാക്കറ്റിൽ ഇടുക. എന്നിട്ട് ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആൾ എന്ത് ചെയ്യുക? വെളിയിൽ കിടക്കുന്ന ആളിനെ പോയി കാണുക. 5 പോയി വെളിയിൽ കിടക്കുന്ന 8നെ കണ്ടു. 5 പോയി 8നെ കണ്ടു. പിന്നെ ആരാ? ഇനി ഒരാളോടില്ല. 7 പോയി 8നെ കണ്ടു. 7 പോയി 8നെ കണ്ടു. ഇപ്പോൾ പിടിയിട്ട് എളുപ്പമല്ലേ? അപ്പോൾ എത്ര? 5 × 8 40. അറിയത്തില്ലേ? മാറ്റിയിട്ട് 5. ഇപ്പോൾ 5ൻ്റെ ടേബിൾ എഴുതാം, 8ൻ്റെയും ടേബിൾ എഴുതാം കേട്ടോ. അപ്പോൾ 5ൻ്റെ ആകുമ്പോൾ 8 × 5 കേട്ടോ. അത് നിങ്ങളുടെ ബുദ്ധിപൂർവ്വം എളുപ്പം ചെയ്തോണം. നോക്കൂ നിങ്ങൾ, 7 × 8 7 8 56. അപ്പം 40 56 കൂട്ടുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? 96 അല്ലെ 96 കിട്ടും. ഇപ്പം പിടികിട്ടിയോ? ഞാനൊരു 3-4 എണ്ണം തരട്ടെ. നിങ്ങൾ ചെയ്യുമായിരിക്കുമല്ലോ അല്ലേ? നോക്കൂ നിങ്ങളെ, ഞാൻ തരാം. അപ്പം നിങ്ങൾക്ക് ടെസ്റ്റിലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടീച്ചർ തരുമ്പം പടപടാന്ന് ചെയ്യാൻ പറ്റും. എന്തുവാ? നോക്കൂ നിങ്ങളെ, ഇവിടെ 13 × 5 നമ്മൾ പറഞ്ഞ രീതി തന്നെ ചെയ്യാം. 13നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാ?
10 അധികം 3 13. അതിനെ ഞങ്ങൾ ബ്രാക്കറ്റിലിട്ടു. ഇനി ആരെയാണോ ഇൻറ്റു ചെയ്യുന്നത് അയാളെ അങ്ങോട്ട് മാറ്റിയിട്ടു. ഓക്കെ ആണോ? അതിന് സംശയമുണ്ടോ നിങ്ങളെ? ഇല്ലല്ലോ, അതിന് സംശയമില്ലല്ലോ. ഇനി നോക്കിക്കേ, ബ്രാക്കറ്റിൽ കിടക്കുന്ന ആൾ വെളിയിൽ പോയ, ബ്രാക്കറ്റിൽ 2 പേരുണ്ടല്ലോ, ആ 2 പേരും പോയി വെളിയിൽ കിടക്കുന്ന ആളിനെ കാണണം. 10 പോയിട്ട് ആദ്യം ആരെ കണ്ടു? 5നെ കണ്ടു. 10 പോയിട്ട് എങ്ങനെയാ പോകുന്നത്? അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന സൈൻ മറക്കല്ലേ, ഇൻറ്റു 5. അയാൾ പോയി കണ്ടു. ഇനി അപ്പം പറയൂ ഞാൻ പോയില്ല, എന്നെ കൊണ്ടുപോകാതാ പോയത്, ഞാനും കൂടെ പോവാന്ന് പറഞ്ഞ് അടുത്ത ആളും പോയി. എന്താ ഈ വരുന്ന സൈനാണ് ഇവിടെ. അത് തെറ്റല്ലേ എൻ്റെ പൊന്നോ, നിങ്ങളെ അത് തെറ്റിക്കല്ലേ കേട്ടോ. എനിക്കത് അതിലാണ് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ സൈൻ തിരിഞ്ഞു പോകല്ലേ എന്നുള്ളതാണ് കേട്ടോ. 4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മളൊരു 3 പോയി ആരെ കണ്ടു? 3 പോയി 5നെ കണ്ടു. 2 പേരും പോയി കണ്ടു കേട്ടോ. അപ്പം 10 × 5 ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, ഏതൊരു സംഖ്യ ചെയ്താലും അതിൻ്റെ ഇപ്പുറത്തൊരു 0 ഇട്ട് കൊടുത്താൽ മതി. 10 × 5 ആയപ്പം 50. നിങ്ങൾക്ക് അതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും 3 × 5 എത്ര കുഞ്ഞുങ്ങളെ? 3 × 5 15. അപ്പം 50ഉം 15ഉം 65. ഇതാണ് സംഭവം. ഇത് ടെസ്റ്റിലെ അല്ല, മനസ്സിലാവാൻ വേണ്ടി ഞാൻ തന്നതാണ്. കാരണം ടെസ്റ്റിൽ തന്നിരിക്കുന്നത് തന്നെ കാണാതെ പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോയാൽ ഒന്നും കിട്ടത്തില്ല. സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കത്തില്ല ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ. നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ്. അപ്പോൾ ഏത് രീതിയിലൊക്കെയാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല. അടുത്ത് നോക്കിക്കേ, 24 × 3. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആളാരാ? 24. 24 എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 20 + 4 അല്ലേ? 20 + 4. അതിനെ ബ്രാക്കറ്റിലിട്ടു. വെളിയിലാരാ? 3. പിന്നെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളാ, ഓരോരുത്തരും പോയി ആരെ കാണാം? വെളിയിൽ കിടക്കുന്ന ആളിനെ കാണാം. 20 × 3 ആദ്യത്തെ ആൾ പോയി കണ്ടു. പിന്നെ പ്ലസ് അടുത്താരാ? 4 × 3. 4 × 3 അയാളും പോയി കണ്ടു. ഇനി 20 × 3 60 പ്ലസ് 4 × 3 12. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 72. ഇപ്പോൾ പിടികിട്ടി കാണും അല്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടിയോ? ഇതേലെ കണക്കാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത് നോക്കിയേ, 16 കേട്ടോ. 16 എന്ന് പറഞ്ഞാൽ എന്താ? 10 + 6. ഇപ്പം എളുപ്പമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? 10 + 6 ഇൻറ്റു 2. ബ്രാക്കറ്റിൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് വയ്യായേ, ബ്രാക്കറ്റിൽ കിടക്കാൻ വയ്യായേ, അയ്യോ ഇല്ലയോ, എന്താ വെളിയിൽ പോയ ആളിനെ എനിക്ക് കണ്ടേ ഒക്കത്തുള്ളൂ അല്ലേ? എന്താ 10 × 2. ഓക്കെ. പ്ലസ് അടുത്ത ആരാ? നീ പോയി കണ്ടോ? ഞാൻ പോയി കണ്ടില്ലേ അല്ലേ? 6 × 2. കുഞ്ഞുങ്ങളെ 10 × 2 20 പ്ലസ് 6 × 2 12 = 20ഉം 12ഉം 32. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ, നമുക്ക് കുറേ ചെയ്യാം, അപ്പം മനസ്സിലാവും. 15 എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ? 10 + 5 അല്ലേ? ഇൻറ്റു ആരാണ്? 6. ഇത് ടെസ്റ്റിലില്ല, ഞാൻ കുറേ റഫായിട്ട് ഇട്ടതാണ് കുഞ്ഞുങ്ങളെ. കാരണം നിങ്ങൾക്ക് ഇത് മനസ്സിലാവാതെ കുറേ ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മളെന്താ, ബ്രാക്കറ്റിലുള്ള ആൾ വെളിയിൽ പോയാലിനെ കണ്ടു. 10 × 6. അയ്യോ ഞാൻ മാത്രമല്ലേ, ഞാനും കൂടെ പോടേത് പറഞ്ഞാൽ അടുത്ത ആളെന്താ? 5 × 6 അല്ലേ? 10 × 6 60 പ്ലസ് 5 × 6 30 = 90. ഓക്കെ ആണല്ലോ. അടുത്ത 18 ആകുമ്പോഴെന്ത് കുഞ്ഞുങ്ങളെ? 10 + 8. അല്ലാതെ നമുക്ക് മൈനസ് ഉണ്ട്, അത് ഞാൻ പഠിപ്പിക്കാം. ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിച്ചിട്ടാണ് മൈനസ്. 10 + 8 അതിനെ ബ്രാക്കറ്റിലിട്ടു ഇൻറ്റു 3. അപ്പം ബ്രാക്കറ്റിൽ കിടക്കുന്ന ആൾ വെളിയിൽ കിടക്കുന്ന ആളിനെ കാണാൻ പോകുന്നു. 10 × 3 30 അധികം 8 × 3 8 3 24 = 54. നോക്കണേ കുഞ്ഞുങ്ങളെ. 18 × 7. 18നെ സ്പ്ലിറ്റ് ചെയ്യുക. 10 + 8 ബ്രാക്കറ്റിൽ കയറ്റുക ഇൻറ്റു 7. ബ്രാക്കറ്റിൽ കിടക്കുന്ന ഓരോ ആളും വെളിയിൽ കിടക്കുന്ന ആളിനെ കാണാൻ പോവുക. ആദ്യം 10 പോയി 7നെ കണ്ടു. സൈൻ തിരിഞ്ഞു പോകല്ലേ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, സൈൻ തിരിഞ്ഞു പോകരുത്. നിങ്ങൾ തിരിഞ്ഞു പോകുന്നവരുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത്, പോകരുത്. അടുത്തത് 8 × 7. 10 × 7 70. 8 × 7 56. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 7 5 12 126. ഇത്രയും കണക്ക് ഓക്കെ ആണോ? നമുക്ക് എക്സർസൈസ് ചെയ്യാം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ.
ഒരുവിധമൊക്കെ ഓക്കെ ആയി കാണുമെന്ന് എനിക്കറിയാം, ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കാം. എന്നാലും ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് തരുന്ന നമ്പർ അത് എന്തോ ആയിക്കോട്ടെ, അതിനെ എന്ത് ചെയ്യുക, നമ്മളങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. 15 ആണെങ്കിൽ 10 + 5, 16 ആണെങ്കിൽ 10 + 6, 12 ആണെങ്കിൽ 10 + 2. അതിന് സംശയമില്ലല്ലോ. ഇനി എന്തിനെയാണോ ചെയ്യുന്നത് അതിനെ മാറ്റി എഴുതുക. എന്നിട്ട് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഓരോ സംഖ്യയും വെളി കിടക്കുന്ന ആളിനെ പോയി കാണുക. കാണാൻ പോകുന്നത് ഗുണനമാണേ, കാണാൻ പോകുന്നത് ഗുണനം, മൾട്ടിപ്പിളാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ കാണാൻ പോയ 2 പേരെയും കൂടെ കൂട്ടി അങ്ങ് എഴുതി വെക്കുക. ഇപ്പം പിടികിട്ടിയോ? എളുപ്പമല്ലേ? ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 103 നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യനോട് നമുക്ക് ആദ്യത്തെ പാർട്ടി നോക്കാം. അതിന് നിങ്ങൾക്ക് ഇതാണ്ട് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പോൾ നമുക്ക് ആ എക്സർസൈസ് എളുപ്പം ചെയ്യാം. ഒന്നാമത്തെ നോക്കിക്കേ, 15 × 6. എനിക്ക് തോന്നുന്നു അത് ഞാൻ ചെയ്തെന്നല്ലേ. 15 × 6 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം കുഞ്ഞുങ്ങളെ? 15 × 6 എന്ന് പറഞ്ഞേ 10 + 5 അല്ലേ? 10 + 5 × 6 അല്ലേ? 10 നമ്മൾ പറഞ്ഞായിരുന്നു എന്ത് ചെയ്യുക, ഓരോരുത്തരും പോയി കാണുക അല്ലേ? 10 എന്ത് ചെയ്യണം, 10 പോയി ആദ്യം 6നെ കണ്ടു, പ്ലസ് പിന്നെ 5 പോയി ആരെ കണ്ടു, 6നെ കണ്ടു. കണ്ടോ? ഓക്കെ ആണോ? ഇനി 10 + 6, പ്ലസ് അല്ല ഇൻറ്റു കേട്ടോ, പ്ലസ് നടുക്കേ വരത്തുള്ളേ ബ്രാക്കറ്റിൻ്റെ ഇവിടെ. അപ്പോൾ 10 × 6 60 പ്ലസ് 5 × 6 30 = 6 × 90. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അടുത്ത ചോദ്യം നോക്കിക്കേ, 18 × 7. 18 എന്ന് പറയുന്നതിന് എന്തോ ചെയ്യാം, നമ്മൾ എല്ലാത്തിലും 10 + 8 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ. ഞാൻ അങ്ങനെയും ചെയ്ത് കാണിക്കാം. നോക്കിക്കേ, 10 + 8 അല്ലേ 18 × 7. കണ്ടോ? 10 + 8 × 7. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് പോയി ഫസ്റ്റിനെ കണ്ടു, സെക്കൻഡ് പോയി. അപ്പോൾ 10 × 7 പ്ലസ് 8 × 7 അല്ലേ? 10 × 7 70 അധികം 7 8 56 അല്ലേ? 70 56 8 9 10 12 126 ആണല്ലോ. ആണോ കുഞ്ഞുങ്ങളെ? 126. ഇനി നമ്മളിപ്പോൾ ഇവിടെ നടുക്ക് കൂട്ടാനല്ലേ എഴുതി വെച്ചത്. കാരണം 10ൻ്റെ കൂടെ 8 നമ്മൾ കൂട്ടിയാണ് ചെയ്തത്. മനസ്സിലായോ? 10ൻ്റെ കൂടെ 8 നമ്മൾ കൂട്ടിയപ്പോഴാണ് നമുക്ക് 18 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ, 20ൽ നിന്ന് 2 കുറച്ചാലും 18 അല്ലേ? 20 - 2 18 അല്ലേ? അങ്ങനെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടായോ? ദൈവമേ, ഉള്ളതൂടെ മറന്നു കളയല്ലേ, ഇല്ലയോ? എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു വന്നത് ഇനി അടുത്ത ഇത് കൊണ്ട് വന്നേക്കും. ഇനി അത് ഈ ഉള്ളതൂടെ പോകുമെന്നുള്ളതല്ലോ. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം അല്ലേ? മനസ്സിലാവുമെങ്കിൽ നമുക്ക് ആ രീതി ചെയ്തോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് നമ്മുടെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ 18 × 7 എന്നാണ് അല്ലേ? ഈ സെയിം ചോദ്യം തന്നെ നമുക്കൊന്ന് ചെയ്യാം. 18 എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? 20 - 2 എന്നല്ലയോന്ന്, അല്ലയോ? അപ്പോൾ അതിനെ ബ്രാക്കറ്റ് ചെയ്യാം, × 7. അതിന് സംശയമുണ്ടോ? നമ്മൾ ആ മേളിൽ ചെയ്തത് ഇതൂടെ താരതമ്യം ചെയ്ത് നോക്കണേ. ഇനി എന്ത് ചെയ്യുക, 20 പോയി 7നെ കാണണം അല്ലേ? 20 × 7. അതിന് സംശയമില്ലല്ലോ, നമ്മൾ മുമ്പ് ചെയ്ത് തന്നെ. ഇനി എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ മൈനസ് ആയതുകൊണ്ടേ ഈ ഇടയ്ക്ക് 2 ബ്രാക്കറ്റിൻ്റെയും കൂടെ ഇടയ്ക്ക് മുമ്പ് നമ്മൾ കൂട്ടിയതായതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇട്ട് കൊടുത്തത്. 2 ബ്രാക്കറ്റിൻ്റെ ഇടയ്ക്ക് പ്ലസ് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? 10 + 8 നമ്മളിവിടെ 18 എടുത്തത്. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? 20 - 2 20ൽ നിന്ന് കുറച്ച് ചെയ്ത് നമുക്ക് 2 ഒരേ ആൻസറും കിട്ടും കുഞ്ഞുങ്ങളെ. എന്നാലും നമുക്ക് 2 രീതിയിലും ചെയ്ത് പഠിക്കണം കേട്ടോ. 18 എന്ന് പറയുന്നത് 20 - 2 ആണ് കേട്ടോ. അപ്പോൾ നമ്മളെന്താ, അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നത്? മൈനസ് കൊടുക്കുന്നത്. നമ്മളവിടെ കുറച്ചല്ലേ കാണിച്ചത്, അതുകൊണ്ടാണ് ഇവിടെയും കുറച്ച് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആൾ പോയി വെളിയിൽ കിടക്കുന്ന ആളിനെ കണ്ടു. രണ്ടാമതിനെ ഒരാളൂടെ ഉണ്ടല്ലോ. അങ്ങനെ ഇയാൾ തന്നെ അങ്ങ് പോയാലോ? ഞാനും പോവാം. 2 × 7 മനസ്സിലായോ? അപ്പോൾ 20 × 7 എത്ര? 2 7 14 140. അവിടെയൊക്കെയായി പെട്ടു പോകുന്നല്ലേ. അതിൻ്റെയൊക്കെ എളുപ്പവഴിയുണ്ട്. എന്തോന്നറിയോ, നമ്മുടെ ഈ 0 വരുന്നത്, ഇതൊക്കെ എല്ലാ എളുപ്പവഴിയും പറഞ്ഞ് അവസാനം ടീച്ചറിന് ഇത് നോക്കാനൊരു എളുപ്പവഴിയാക്കരുത് കേട്ടോ. അതായത് 2 × 7 എത്ര കുഞ്ഞുങ്ങളെ? 14 എന്നിട്ട് ഈ 0 ഇട്ട് കൊടുത്താലും മതിയെന്ന്. എൻ്റെ ക്ലാസ് കണ്ട് എളുപ്പവഴി അവസാനം എന്തോ മൈനസ് 2 × 7 എത്ര കുഞ്ഞുങ്ങളെ? 14. 140ൽ നിന്ന് 14 പോയാൽ എത്രയാണ്? കാരണം ഇവിടെ മൈനസ് അല്ലേ. എത്ര?
0-ൽ നിന്ന് 4 പോവോ? ഇല്ല. അപ്പോൾ ഇവിടുന്ന് കടമെടുത്തു 10. 10-ൽ നിന്ന് 4 പോയാൽ 6ആണ്. പിന്നെ ഇവിടെ 3 ഉള്ളൂ, കാരണം 4-ൽ നിന്നല്ലേ 1 അങ്ങോട്ട് കടം കൊടുത്തത്. പിന്നെ ഇവിടെ 3 ഉള്ളൂ. 3-ൽ നിന്ന് 1 പോയാൽ ഇവിടെ 2ആണ്. 1-ൻ്റെ അവിടെ 1-ൽ 1. 126 തന്നെ കിട്ടിയത് കണ്ടോ? ഇപ്പം നിങ്ങളുടെ മനസ്സ് തോന്നുന്നത് ദൈവമേ മറ്റേത് തന്നെ മതിയായിരുന്നല്ലേ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ 2 രീതിയിലും ചെയ്യണം കേട്ടോ. 2 രീതിയിലും നമുക്ക് പഠിച്ചേ വെക്കത്തുള്ളൂ. ആദ്യം പറഞ്ഞ രീതിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തു വന്നതല്ലേ. രണ്ടാമത്തേത് ഒന്നുമില്ല കുഞ്ഞുങ്ങളെ, ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. 18 × 2 നമ്മൾ 10 + 8 18 ആക്കിയത് അല്ലേ. ഇവിടെ നമ്മൾ 20 - 2 ഇവിടെ കുറച്ചും കാണിച്ചു, അവിടെ കൂട്ടിയും കാണിച്ചു. ഈ നടുക്ക് വരുന്നതിനുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ അല്ലേ. ഇവിടെ കുറയ്ക്കാനാണെങ്കിൽ കുറച്ച് വെക്കുക, കൂട്ടാനാണെങ്കിൽ കൂട്ടി വെക്കുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉള്ളതൂടെ പോയോ? 24 × 9 അടുത്ത എന്താവും നിങ്ങളെ? 24 × 9. 24 ആകുമ്പോൾ എങ്ങനെ എഴുതും? 20 + 4. അതിന് സംശയമില്ലല്ലോ അല്ലേ. കൂട്ടാൻ തന്നെ നമുക്ക് നോക്കാം. × 9 ബ്രാക്കറ്റിൽ കിടക്കുന്ന ആൾ ആദ്യത്തെ ആളിനെ ഇപ്പോൾ കണ്ടു. 20 × 9 പ്ലസ്, ഇവിടെ പ്ലസ് വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ കൂട്ടിയത് അതുകൊണ്ടാണ് കേട്ടോ പ്ലസ്. ഇനി ആരാ? രണ്ടാമത്തെ ആൾ പോയി. 4 × 9 ഓക്കെ ആണല്ലോ, അതിന് സംശയമില്ലല്ലോ. 20 × 3 2 9 18 പിന്നെ ഒരു 0 കൂടെ പ്ലസ് 4 9 36 18 അല്ലേ. 8 9 10 11 എത്ര വരും കുഞ്ഞുങ്ങളെ? 180 36 കൂടെ ആയപ്പം 6 8 9 11 1 1 2 216 എത്ര കുഞ്ഞുങ്ങളെ? 216. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ആണോ കുഞ്ഞുങ്ങളെ? ഇനി അതിനകത്തിൽ ഇത് ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ. 29 എത്ര കുഞ്ഞുങ്ങളെ? യെസ്, ഒരെണ്ണം കൂടെ. 29 × 8 അല്ലേ. 29നെ നമുക്കെങ്ങനെ? 29 ലാസ്റ്റ് 9 വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കുറയ്ക്കുന്നത് എടുക്കുന്നതാവും ഞാൻ നല്ലത്. ഏതാ? 30 - 1 വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ലാസ്റ്റിൽ ഈ 9 വരുന്നതൊക്കെ 20 + 9 വെച്ച് ചെയ്യുന്നത് ഈ ഭേദം 30 - 1 വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ബ്രാക്കറ്റിൽ കിടക്കുന്ന ആൾ 30 × 8 കേട്ടോ -1 × 8 അല്ലേ. 30 × 8 3 8 24 240 എന്താ 1 8 8 240 നിന്ന് 8 പോയാൽ എത്രയാണ്? 240 - 8 0-ൽ നിന്ന് 8 പോകത്തില്ല, കടമെടുത്തു. 10-ൽ നിന്ന് 8 പോയാൽ 2ആണ്. പിന്നെ ഇവിടെ 3 ഉള്ളൂ, 3 താപ്പോട്ട് കൊടുത്തു, 2 താപ്പോട്ട്. അപ്പോൾ 232 ആൻസർ കേട്ടോ. മനസ്സിലായോ? അടുത്ത ഒരെണ്ണം ഇവിടെ ലാസ്റ്റ് 99 × 6 99 9 വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാം. എത്ര? 100 - 1 എടുക്കാം. 100-ൽ നിന്ന് 1 പോകുന്നതല്ലേ കേട്ടോ. ഈ ലാസ്റ്റിൽ 9 വരുന്നതൊക്കെ അങ്ങനെ എടുത്തോണേ കേട്ടോ. × 6 100 പോയിട്ട് 6നെ കണ്ടു. 100 × 6 പിന്നെ മൈനസാണ്. പിന്നെ എന്താ നിങ്ങൾ? 1 × 6. ഇപ്പം ഇത് ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞല്ലോ ആരെയൊക്കെയാണ് പോയി കാണുന്നത്. 100 × 6 600 മൈനസ് 1 × 6 6. 600-ൽ നിന്ന് 6 പോയാൽ 594 കേട്ടോ. കുറച്ച് നോക്കണേ കേട്ടോ. ഞാൻ ഈ സ്പീഡിൽ ചിലതങ്ങ് പറയാം, കാരണം ഇത്തിരി സമയം പോകുന്നുണ്ടാവും നിങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയുള്ള നിൽക്കട്ടെ. നിങ്ങൾ മനസ്സിലായി ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ, ഞാൻ ബാക്കിയും കൂടി ഇടാം. നിങ്ങളുടെ കമൻറ്റ് പോലെ ഇരിക്കും ഞാൻ ബാക്കിയിടാം. ഇനി നമ്മൾ കൂട്ടലും കുറയ്ക്കലും അല്ലേ, അതാണ്. അത് നമുക്കെന്താ ഇത് നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് അഡീഷനും സബ്ട്രാക്ഷൻ ഡിവിഷനും ഒക്കെ എടുക്കാം. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.